ഇന്ന് നമ്മളിവിടെ നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് 2019 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ ശ്രമിക്കാം കേട്ടോ. ഞാൻ പ്രോമിസ് ചെയ്യുന്നൊന്നുമില്ല, എങ്ങനെയാണ് എന്നെക്കൊണ്ട് കഴിയുന്നതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. പിന്നെ നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് ഏത് പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്, പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ചെയ്യുമ്പോൾ നമുക്കത് ഏത് പാറ്റേണിലായിരുന്നു അന്ന് വന്നുകൊണ്ടിരുന്നത്, ഏത് ലെവലിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരും, ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴും നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ എങ്ങനെ ആ ഒരു നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്തെടുക്കണം, ഏത് തരത്തിൽ നമ്മളതിനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഹിയർ 2019 ക്വസ്റ്റ്യൻ പേപ്പർ വി ആർ ഡിസ്കസിങ്. 2019 ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അത് ഒരു 1-2 ക്വസ്റ്റ്യൻ മാത്രമാണ് കുറച്ച് എക്സ്ട്രാ എന്ന് പറയാൻ, അതായത് അതും നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. കുറച്ച് അഡീഷണൽ ആയിട്ട് NCERT നിന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. 90 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ള. അതിനകത്ത് 90 ക്വസ്റ്റ്യൻസ് ഈച്ച് വൺ ക്യാരീസ് 4 മാർക്സ്. സോ 360 വിൽ ബി ദ ടോട്ടൽ മാർക്ക്. അതിനകത്ത് നമുക്ക് 2 ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ചെയ്താൽ പോലും നമുക്ക് 88 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. അവിടെയും നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. 352 മാർക്സ് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അത് ഞാൻ പറഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ് ഔട്ട് എന്ന് പറഞ്ഞത് ഔട്ട് ഓഫ് സിലബസ് എന്നൊന്നും പറയാനില്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. പക്ഷെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം അത് ചെയ്യണമെങ്കിൽ കേട്ടോ. അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല, അത് മനസ്സിൽ വയ്ക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ NCERT പഠിക്കുന്നതുകൊണ്ട് മാത്രം എനിക്ക് നീറ്റ് കിട്ടില്ല അങ്ങനെ ചിന്തിക്കേണ്ട. യു വിൽ ഗെറ്റ് ഇഫ് യു പ്രിപ്പയർ ദ NCERT ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ കോൺസെപ്റ്റ്. നമ്മൾ സബ്ജക്റ്റ് മനസ്സിലാക്കി പഠിച്ച ഒരു കുട്ടിക്ക് വിവരത്തോടുകൂടി, അതായത് ചുമ്മാ കാണാപ്പാഠം പഠിക്കുന്നവരാവരുത്, നമ്മൾ മനസ്സിലാക്കി പഠിച്ച ഒരാൾക്ക് നല്ല ഈസി ആയിട്ട് ആൻസർ ചെയ്യത്തക്ക രീതിയിലാണ് നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ പ്രാവശ്യവും പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വി വിൽ സി. ദ എർത്ത് സമ്മിറ്റ് ഹെൽഡ് ഇൻ റിയോ ഡി ജനീറോ ഇൻ 1992 വാസ് കോൾഡ്. ഈ എർത്ത് സമ്മിറ്റ് എന്ന് പറയുന്ന ആ ഒരു മീറ്റിംഗ് ഇറ്റ് വാസ് കണ്ടക്റ്റഡ് ഇൻ ബ്രസീലിലെ ഒരു വലിയ സിറ്റിയാണ് റിയോ ഡി ജനീറോ എന്ന് പറയുന്നത്. 1992 അത് കണ്ടക്ട് ചെയ്ത്. അത് ഫോർ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ ഓഫ് ഇറ്റ്സ് ബെനിഫിറ്റ്, അതിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത്. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് വൺ. കൊളസ്ട്രം ദ യെല്ലോയിഷ് ഫ്ലൂയിഡ് സെക്രീറ്റഡ് ബൈ മദർ ഡ്യൂറിംഗ് ദ ഇനീഷ്യൽ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ ഈസ് വെരി എസെൻഷ്യൽ ടു ഇമ്പാർട്ട് ഇമ്മ്യൂണിറ്റി ടു ദ ന്യൂ ബോൺ ഇൻഫൻറ്റ് ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എ. ഇമ്മ്യൂണോഗ്ലോബുലിൻ എ എന്ന് പറയുന്നത് കൊളസ്ട്രോത്തിൽ കാണുന്ന ആൻറ്റിബോഡിയാണ്. ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ എ അത് നാച്ചുറലി ഗെറ്റിംഗ് പാസീവ് ഇമ്മ്യൂണിറ്റിയാണ് കേട്ടോ. നാച്ചുറലി ഗെറ്റിംഗ് പാസീവ് ഇമ്മ്യൂണിറ്റിയാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എ വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ കൊളസ്ട്രം. ഇനി ഗ്രാസ് ലീവ്സ് curls inward during a very dry weather. Select the most appropriate reason from the following. ബുള്ളിഫോം സെൽസ് എന്ന് പറയുന്ന സ്പെഷ്യൽ സെൽസ് ഉണ്ട് ഗ്രാസിൻ്റെ ലീവ്സിൽ. ഈ ബുള്ളിഫോം സെൽസ് നമുക്കറിയാം, ഗ്രാസിൻ്റെ ലീവ്സ് നിൽക്കുന്നത് ഐസോ ബൈലാറ്ററൽ ആയിട്ടാണ്, അതായത് 2 സൈഡും ഒരേപോലെ സൺലൈറ്റിലേക്ക് എക്സ്പോസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ സ്റ്റൊമാറ്റോയുടെ ഡിസ്ട്രിബ്യൂഷനൊക്കെ ആയിട്ട് ഈക്വൽ ആയിട്ടാണ് കാണുന്നത്, അതായത് മേലെയും താഴെയും. ഡോർസി വെൻട്രൽ സർഫസ് അല്ലല്ലോ അതിനുള്ളത്. അപ്പോൾ 2 സൈഡിലും ഈക്വൽ ആയിട്ടാണ് സ്റ്റൊമാറ്റോയുടെ ഡിസ്ട്രിബ്യൂഷൻ. അവിടെ ട്രാൻസ്പിരേഷൻ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ആ ലീഫിൻ്റെ സർഫസ് ഏരിയ കുറയ്ക്കുക എന്നുള്ളത്. ലീഫിൻ്റെ സർഫസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സെൽസാണ് ബുള്ളിഫോം സെൽസ്. ഈ ബുള്ളിഫോം സെൽസ് ടർജിഡ് ആയിരിക്കുമ്പോൾ, അതായത് അതിനകത്ത് വെള്ളം നിറഞ്ഞിരിക്കുമ്പോഴാണ് അത് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നത്. അത് സാധാരണ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കൂടുതലുള്ളപ്പോഴും അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ കുറവുള്ളപ്പോഴും ലൈറ്റിൻ്റെ അവൈലബിലിറ്റി കുറവുള്ളപ്പോഴുമാണ് അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുക. അത് അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ കൂടുകയും അതുപോലെ തന്നെ ലൈറ്റിൻ്റെ അവൈലബിലിറ്റി കൂടുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബുള്ളിഫോം സെൽസ് നോർമലായിട്ട് മാറും, ഫ്ലാസിഡ് സ്റ്റേറ്റിലേക്ക് മാറും. അപ്പോഴാണ് ഈ ലീവ്സ് വന്നിട്ട് കേളി ആയിട്ട് മാറുന്നത്. സോ ഹിയർ ഫ്ലാസിഡിറ്റി ഓഫ് ബുള്ളിഫോം സെൽസ് ദാറ്റ് വിൽ മേക്ക് ദ ലീഫ് കേൾ ഡ്യൂറിങ് ദ ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റ്. Okay, next one. The shorter and longer arm of a submetacentric chromosomes are referred to as. Shorter submetacentric chromosome എന്ന് പറയുന്നത് അതിൻ്റെ സെൻട്രോമിയർ ഇരിക്കുന്ന എക്സാക്ട് സെൻറ്റർ റീജിയനിലല്ല. അതുകൊണ്ട് തന്നെ അതിന് 2 ആം, ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിരിക്കും. The small arm it will be represented as P arm and the longer arm it is represented as Q arm. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കാത്ത ഒരു ടോപ്പിക്കാണ് കേട്ടോ, ഇനി ഓർത്തിരുന്നോളാം. അതായത് സബ്മെറ്റാസെൻട്രിക്, അക്രോസെൻട്രിക് അങ്ങനത്തെ ക്രോമസോമിലൊക്കെ അതിൻ്റെ ഷോർട്ട് ആമിന്
പറയുന്നത് പി ആം എന്നും ലോങ് ആമിന് പറയുന്ന ക്യൂ ആം എന്നും ആണ്. നെക്സ്റ്റ് വൺ, റെസ്പിറേറ്ററി കോഷ്യൻ വാല്യൂ ഓഫ് ട്രൈപാൽമിറ്റിൻ ഈസ് 0.7. ഇത് ഡയറക്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. 102 കാർബൺ ഡൈ ഓക്സൈഡ് വെൻ ഇറ്റ് ഈസ് ഇവോൾവ് 145 ഓക്സിജൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ റെസ്പിറേഷൻ പർപ്പസ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എലിമിനേഷൻ കുറവായിരിക്കും as compared to oxygen utilization. That will be 0.7. Then, which of the following is a commercial blood cholesterol lowering agent? Commercial blood cholesterol lowering agent ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റിൻ ആണ്. That is obtained from Monascus purpureus. Monascus purpureus നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന സ്റ്റാറ്റിൻ ആണ് ഈ കൊളസ്ട്രോൾ ലോവറിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ കൊളസ്ട്രോൾ ലോവറിങ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇത് അങ്ങനെ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കൊളസ്ട്രോൾ സിന്തസിസിന് വേണ്ടിയിട്ടുള്ള ഒരു എൻസൈമിനെ അത് ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. Next question, match the following structures with their respective location and organs. Crypts of lubricant. Crypts of lubricant എവിടെയാണ് കാണുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കാണുന്ന സ്ട്രക്ചറാണ് അല്ലേ. അതായത് വില്ലയുടെ ഇടയിൽ കൂടെ ഒരു ക്ലഫ്റ്റ് പോലെ സ്ട്രക്ചർ കാണുന്നതാണ് ക്രിപ്സ് ഓഫ് lubricant എന്ന് പറയുന്നത്. ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ. ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ ലിവറിൻ്റെ ഹെപ്പാറ്റിക് ലോബ്സിനെ കവർ ചെയ്ത് കാണുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ്. ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ പാൻക്രിയാസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് their alpha beta cells, it will secrete insulin, glucagon, etc. Brunner's gland, it is seen in duodenum. Duodenumത്തിന്റെ submucosal layer ൽ കാണുന്നതാണ് Brunner's gland എന്ന് പറയുന്നത്. So third option is correct here. Okay. Next one, which of the following is most important cause of animal and plant being driven to extinction? അതായത് പ്ലാന്റ്സും ആനിമൽസും എക്സ്റ്റിങ്ക്റ്റ് ആവാനുള്ള ഏറ്റവും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം ഏതാണ്? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ആണ് കേട്ടോ. ഹാബിറ്റാറ്റ് ലോസും ഫ്രാഗ്മെൻറ്റേഷനും ആണ് അധികം ഓർഗാനിസം എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാനുള്ള കാരണം. നെക്സ്റ്റ്, വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ തെർമോ റെഗുലേഷൻ? ഹൈപ്പോതലാമസ്. ബിക്കോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ തെർമോസ്റ്റാറ്റ് ഓഫ് ദ ബോഡി ഈസ് നത്തിങ് ബട്ട് ഹൈപ്പോതലാമസ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. Organ system level of organization, bilateral symmetry, true coelomate with the segmentation of body. ഇത് ഈ മൂന്ന് ഫീച്ചേഴ്സും കാണുന്നത് ഏത് ആനിമൽ ഗ്രൂപ്പിലാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അനലിഡ, ആർത്രോപോഡ ആൻഡ് കോഡേറ്റ. അനലിഡയിൽ ഈ മൂന്ന് ക്യാരക്ടേഴ്സും കാണുന്നുണ്ട്. അതായത് ദെയർ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ കാണാം. അതുപോലെ തന്നെ ദെയർ ബൈലാറ്ററലി സിമെട്രിക്കൽ ഓർഗാനിസം ആണ്. അതുപോലെ ട്രൂ സീലോമേറ്റ് ആണ്. അത് ഇവിടെ ഏറ്റവും കൂടുതൽ എന്താ പറയുക സെഗ്മെൻറ്റേഷൻ കാണുന്നത് ഈ പറയുന്ന അനലിഡയിലാണ് കേട്ടോ. എക്സ്റ്റേണലി ഇന്റേണലി ബോഡി സെഗ്മെന്റ് ആനുവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഈ അനലിഡയിലാണ്. ആർത്രോപോഡയിൽ നമുക്ക് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ കാണാം. ബൈലാറ്ററൽ സിമെട്രി, അതുപോലെ ട്രൂ സീലോ വിത്ത് സെഗ്മെന്റ്സ് ഇറ്റ് ഈസ് എക്സ്റ്റേണൽ സെഗ്മെന്റേഷൻ. കോഡേറ്റയിലും ഈ മൂന്ന് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കാണാം. സെഗ്മെന്റേഷൻ ഇറ്റ് ഈസ് ഇന്റേണലി, ദാറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മസിൽസ് ആൻഡ് ബോൺസ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ വന്നിട്ട് അനലിഡ്, ആർത്രോപോഡ് ആൻഡ് കോഡേറ്റയാണ് കേട്ടോ. അനലിഡ്, ആർത്രോപോഡ്, കോഡേറ്റ. മൊളസ്കയിൽ സെഗ്മെന്റേഷൻ ഇല്ലാത്തതാണ് അതല്ലാത്തതിന് കാരണം. മൊളസ്കയിൽ സെഗ്മെന്റേഷൻ ഇല്ല, മൊളസ്കയിൽ സെഗ്മെന്റേഷൻ ഇല്ല. So these three options it is eliminated. Next one, select the correct sequence of organs in the alimentary canal of cockroach starting from mouth. മൗത്തിൽ നിന്ന് മുതൽ എലിമെന്ററി കനാലിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഇതിൻ്റെ കോക്രോച്ചിൻ്റെ ഏതൊക്കെയാണ്? ഫാരിങ്സ്, ഈസോഫാഗസ്, ക്രോപ്പ്, ഗിസാർഡ്, ഇലിയം, കൊളോൺ ആൻഡ് റെക്ടം അല്ലേ. ഇതാണ് എന്താണ് കോക്രോച്ചിൻ്റെ എലിമെന്ററി കനാൽ എന്ന് പറയുന്നത് കേട്ടോ. ഇനി next one, which of the following pairs of gas is mainly responsible for greenhouse effect? Greenhouse effectന് കാരണമായിട്ടുള്ള മേജർ ഗ്യാസസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും മീഥൈനുമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് 60%, മീഥൈൻ 20%. ഇനി അതിനകത്ത് ടേക്ക് പാർട്ട് ചെയ്യുന്ന വേറെ രണ്ട് ഗ്യാസസും കൂടി ഉണ്ട്. ഒന്ന് ക്ലോറോഫ്ലൂറോ കാർബൺ, അത് 14% ആണ്. അതുപോലെ നൈട്രസ് ഓക്സൈഡ്, അത് 6% ആണ്. അത് മൈനറായിട്ട് ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. Then the next question, which of the following muscular disorder is inherited? Muscular dystrophy. നമുക്കറിയാം മസ്കുലാർ ഡിസ്ട്രോഫി ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ജനറ്റിക് ഡിസോർഡർ വിച്ച് ഇസ് പ്രസന്റ് ഇൻ എക്സ് ക്രോമസോം. എക്സ് ക്രോമസോമിൻ്റെ ജനറ്റിക് ഡിസോർഡർ കൊണ്ടാണ് ഉണ്ടാകുന്ന ഡിസീസാണ് മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. അതായത് മസിൽ ഡീഗ്രേഡ് ചെയ്തു പോകും, ഡീജനറേറ്റ് ചെയ്തു പോകും. മസിൽസ് ഡീജനറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലോലി ദാറ്റ് പേഴ്സൺ വിൽ നോട്ട് ബി ഏബിൾ ടു വാട്ട് ടു സേ സ്റ്റാൻഡ് പ്രോപ്പർലി. അറ്റ് ലാസ്റ്റ് ഒരു 16-17 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ദേ വിൽ മോസ്റ്റ്ലി ഡൈ. ഓക്കെ, അതൊരു ഫേറ്റൽ ഡിസീസാണ്. ഇനി സിലിയേറ്റഡ്
epithelial cells are required to move particles or mucus in a specific direction in human. These cells are mainly present in നമ്മുടെ ബോഡിയിൽ ഈ സിലിയേറ്റഡ് എപ്പിത്തീലിയൽ സെൽസ് സാധാരണ കാണുന്ന ബ്രോങ്കിയോൾസിലും ഫാലോപ്പിയൻ ട്യൂബിലുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രോങ്കിയോൾസിലെ മൂവ്മെൻറ്റ് ഓഫ് ദ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതുപോലെ തന്നെ ഈ എന്തെങ്കിലും അൺവാണ്ടഡ് സബ്സ്റ്റൻസസ് നമ്മുടെ ട്രക്യോളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ബ്രോങ്കിയോളിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫാലോപ്പിയൻ ട്യൂബിലെ ഓവത്തിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുമാണ് ഉള്ളത്. മാച്ച് ദ കോളം 1 with column 2. P wave it represents the depolarization of atria. QRS complex it represents the depolarization of ventricle. T wave it represents the repolarization of ventricle. Reduction in the size of T wave. T wave ന്റെ റിഡക്ഷൻ സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഓക്സിജന്റെ കാർഡിയാക് മസിലിലേക്ക് ഓക്സിജന്റെ സപ്ലൈ കുറയുന്ന സമയത്ത് ഈ കാർഡിയാക് മസിലിൻ്റെ കൺട്രാക്ഷനും റിലാക്സേഷനും ഒക്കെ എഫക്റ്റ് ചെയ്യും. അത് അങ്ങനെ ഉണ്ടാകുന്ന ഡിസീസിന് നമ്മൾ പറയുന്ന പേരാണ് കൊറോണറി ഇസ്കീമിയ. ഓക്കെ, അതാണ് റിഡക്ഷൻ ഇൻ ദ സൈസ് ഓഫ് ദ ടി വേവ് ദാറ്റ് ലീഡ് ടു കൊറോണറി ദാറ്റ് ഷോ കൊറോണറി ഇസ്കീമിയ. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് ഉള്ള ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് ഇൻസിറ്റു കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി? ഇവിടെ ബയോസ്ഫിയർ റിസർവും വൈൽഡ് ലൈഫ് സാങ്ച്വറിയും ഇൻസിറ്റു കൺസർവേഷൻ ആണ്, ബൊട്ടാണിക്കൽ ഗാർഡൻ എക്സിറ്റു കൺസർവേഷൻ ആണ്, സീക്രട്ട് ഗ്രൂ ഈസ് ഓൾസോ ആൻ ഇൻസിറ്റു കൺസർവേഷൻ. അപ്പോൾ ഇവിടെ ആൻസർ വന്നിട്ട് 3. ബൊട്ടാണിക്കൽ ഗാർഡൻ അവിടെ നമ്മൾ എക്സിറ്റു കൺസർവേഷൻ ആണ്. ഹ്യൂമൻ ബീങ്സ് അതിനെ പുറത്തെടുത്തതിന് ശേഷം ഹ്യൂമൻ ക്യാപ്റ്റിവിറ്റിയിൽ, അതായത് അവരുടെ കെയറിൽ വളർത്തുന്നതിനാണ് നമ്മൾ എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻ എ സ്പീഷീസ് ദ വെയിറ്റ് ഓഫ് ന്യൂ ബോൺ റേഞ്ചസ് ഫ്രം 2 to 5 kilogram. 97% of the newborn with an average weight between 3 to 3.3 kg survive, whereas 99% of the infants born with weight from 2 to 2.5 kg or 4.5 to 5 kg die. From 2 to 2.5 kg or 4.5 to 5 kg die. Which type of selection process is taking place? അതായത് എക്സ്ട്രീം എൻഡിലുള്ള, അതായത് വളരെ ചെറുതും വളരെ വലുതുമായിട്ടുള്ള ഓർഗാനിസം ജീവിച്ചിരിക്കുന്നില്ല. മീഡിയം സൈസ്ഡ് ഓർഗാനിസം ഇറ്റ് ഈസ് ഏബിൾ ടു സർവൈവ്. ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ദിസ് ഈസ് കോൾഡ് ആസ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ. ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിൽ നമ്മൾ സ്റ്റെബിലൈസിങ് പോപ്പുലേഷനും ഡിസ്റപ്റ്റീവ് സെലക്ഷനും ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. ഡിസ്റപ്റ്റീവ് സെലക്ഷൻ എന്ന് പറയുന്നത് രണ്ട് എക്സ്ട്രീം എൻഡിലുള്ള പോപ്പുലേഷനെ സെലക്ട് ചെയ്യുന്നത്, അതായത് ഏറ്റവും കുറഞ്ഞ വെയിറ്റും ഏറ്റവും കൂടിയ വെയിറ്റുമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ ഡിസ്റപ്റ്റീവ് സെലക്ഷൻ എന്ന് പറയും. ഡയറക്ഷണൽ സെലക്ഷൻ എന്ന് പറയുന്നത് ഒന്നുപോലെ ഏറ്റവും കുറഞ്ഞ വെയിറ്റുള്ള ഓർഗാനിസം ആയിരിക്കും സർവൈവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടിയ വെയിറ്റുള്ള ഓർഗാനിസം ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഡയറക്ഷണൽ സെലക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഫേസ് ഓഫ് സെൽ സൈക്കിൾ ഈസ്. സെൽ സൈക്കിളിലെ കറക്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് G1 phase, G2 phase, G1 phase, S phase, G2 phase and M phase. Okay. G1 phase, S phase, G2 phase, these 3 are preparatory phase. M phase is the cell division phase. Okay, next one, how does steroid hormone influence the cellular activities? നമുക്കറിയാം steroid hormones are lipid hormones. They can enter inside the nucleus. There it can directly alter the activity of the DNA, or in the genome level they can act. So here the correct answer is binding to DNA and forming a gene hormone complex. Okay, അങ്ങനെയാണ് steroid hormone ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ തൈറോഗ്ലോബുലിൻ, തൈറോക്സിനും ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള റിസപ്റ്ററുമായിട്ടാണ്, അതായത് ഇൻട്രാസെല്ലുലാർ റിസപ്റ്ററുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? ലൈസോസോം ഹാവ് ന്യൂമറസ് ഹൈഡ്രോലൈറ്റിക് എൻസൈം. കറക്റ്റ്. ദ ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ഓഫ് ലൈസോസോം ആർ ആക്റ്റീവ് അണ്ടർ അസിഡിക് pH. കറക്റ്റ്. ലൈസോസോം ആർ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ. കറക്റ്റ്. ലൈസോസോം ആർ ഫോംഡ് ബൈ ദ പ്രോസസ് ഓഫ് പാക്കേജിംഗ് ഇൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. നോ. പാക്കേജിംഗ് it take place in the Golgi apparatus. Endoplasmic reticulum, where the precursor of this lysozyme it will be synthesized. Next one, which one of the following statement regarding post fertilization development in flowering plant is incorrect? Ovary develop into fruit. Correct. Zygote develop into embryo. That is correct. Central cell develop into endosperm. Correct. Ovule develop into embryo sac. Ovule will be, or ovule or megasporangia, it will be develop into seed. അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് കോൺകാനാവാലിൻ എ ഈസ് ലെക്റ്റിൻ. കോൺകാനാവാലിൻ എ എന്ന് പറയുന്നത് ലെക്റ്റിൻ ആണ്. സെക്കൻഡറി മെറ്റബോളൈറ്റിൽ കൊടുത്തിട്ടുണ്ട് കോൺകാനാവാലിൻ എ ഈസ് ലെക്റ്റിൻ. ഈ ലെക്റ്റിൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RBCയുടെ പ്രസിപ്പിറ്റേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചില പ്രോട്ടീൻസിൻ്റെ പ്രസിപ്പിറ്റേഷന് വേണ്ടിയിട്ടും അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ് ലെക്റ്റിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എക്യുപ്മെന്റ് ഈസ് എസെൻഷ്യലി റിക്വയർഡ് ഫോർ ഗ്രോയിങ് മൈക്രോബ്സ് ഓൺ എ ലാർജ് സ്കെയിൽ ഫോർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് എൻസൈം? നമുക്കറിയാം ബയോറിയാക്ടർ. ബയോറിയാക്ടർ ഇറ്റ്
is used for large scale growth of microorganism and production of its product. അത് നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനെ വളർത്താൻ വേണ്ടിയിട്ട് ബയോ റിയാക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. Select the correct option from this. Okay, coenzyme or metal ion that is tightly bound to enzyme protein is called as prosthetic group. അതെ, ഒരു എൻസൈമുമായിട്ട് ടൈറ്റായിട്ട് ബൈൻഡ് ചെയ്ത് എപ്പോഴും അതുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഇതിനെ നമ്മൾ ഒരു ആക്ടിവേറ്റർ മോളിക്യൂൾ നമ്മൾ പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്നാണ് പറയുക. അത് കോഎൻസൈം ആയിരിക്കാം, ചിലപ്പോൾ മെറ്റൽ അയോൺസ് ആയിരിക്കാം. അതിന് എക്സാമ്പിളാണ് NADP ഒക്കെ. നെക്സ്റ്റ്, കംപ്ലീറ്റ് കാറ്റലിറ്റിക് ആക്റ്റീവ് എൻസൈം വിത്ത് ഇറ്റ്സ് ബൗണ്ട് പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ഈസ് കോൾഡ് ആസ് എപ്പോ എൻസൈം. കംപ്ലീറ്റ് കാറ്റലിറ്റിക് എൻസൈമിനെ നമ്മൾ എപ്പോഴും എന്താ പറയുക? ഹോളോ എൻസൈം എന്നാ പറയുക. അതായത് ഇൻകംപ്ലീറ്റ് കാറ്റലിറ്റിക് എൻസൈം, അതായത് അതിൻ്റെ പ്രോട്ടീനേഷ്യസ് പാർട്ടിന് മാത്രമാണ് എപ്പോ എൻസൈം എന്ന് പറയുക. എപ്പോ എൻസൈം എപ്പോഴും അതിൻ്റെ കോഫാക്ടറുമായിട്ട് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴാണ് അത് ഹോളോ എൻസൈം അല്ലെങ്കിൽ കംപ്ലീറ്റ് എൻസൈം ആയിട്ട് മാറുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്യൂരിൻ ഫൗണ്ട് ബോത്ത് ഇൻ DNA ആൻഡ് RNA ആർ അഡിനിൻ ആൻഡ് ഗ്വാനിൻ. നെക്സ്റ്റ് വൺ, അഡിനിനും ഗ്വാനിനുമാണ് DNA-യിലും RNA-യിലും കാണുന്നത്. പിരിമിഡിനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പിരിമിഡിനിൽ തൈമിനും സൈറ്റോസിനും DNA-യിൽ കാണുമ്പോൾ യുറാസിലും സൈറ്റോസിനെ ആയിരിക്കും RNA-യിൽ കാണുന്നത്. സെലക്ട് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് സ്പേം സെൽസ് ഇൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ സ്പേംസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സെമിനിഫറസ് ട്യൂബ്യൂൾ, റെറ്റി ടെസ്റ്റിസ്, വാസ് എഫറൻഷ്യ, എപ്പിഡിഡൈമിസ്, വാസ് ഡിഫറൻസ്, ഇജാക്കുലേറ്ററി ഡക്ട്, യൂറിത്ര, യൂറിത്രൽ മീറ്റസ്. ഈ പാത്വേയിലായിരിക്കും അത് ട്രാൻസ്പോർട്ട് ചെയ്യുക, സ്പേമിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ. സെക്കൻഡറി സെക്സ് ഓർഗൻസ് അല്ലെങ്കിൽ ആക്സസറി ഡക്ട് എങ്ങനെയാണെന്ന് പഠിച്ചിരിക്കണം കേട്ടോ. അതിൻ്റെ ഓർഡർ പഠിച്ചിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മാച്ച് ദ ഹോമിനിഡ് വിത്ത് ദെയർ കറക്റ്റ് ബ്രെയിൻ സൈസ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. ഹോമോ ഹാബിലിസ് ഇറ്റ് ഹാസ് ദ സൈസ് ഓഫ് ബ്രെയിൻ ആസ് 650 to 800 cc. ഹോമോ നിയാണ്ടർതാലൻസിസ് ദാറ്റ് ഹാസ് ദ സൈസ് ഓഫ് ബ്രെയിൻ ആസ് 1400 cc. ഹോമോ ഇറക്ടസ് ഇറ്റ് ഹാസ് ദ സൈസ് ഓഫ് ബ്രെയിൻ ആസ് 900 cc. ഹോമോ സാപ്പിയൻസ് ദ ബ്രെയിൻ സൈസ് is 1350 cc. So here the correct answer is 3. Next one, variation caused by mutation as proposed by Hugo de Vries are. Hugo de Vries propose ചെയ്ത വേരിയേഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ that will be random directionless വേരിയേഷൻ ആയിരിക്കും. ഹ്യൂഗോ de Vriesന്റെ ഹ്യൂഗോ de Vries മ്യൂട്ടേഷൻ പറഞ്ഞത് ഒരു എന്താ പറയുക സഡൻ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഒരു അറ്റ് എ ടൈം എ ഹ്യൂജ് മ്യൂട്ടേഷൻ ആണ്. അതിനെ സാൾട്ടേഷൻ എന്നാണ് പറയുന്നത്. അതാണ് വേരിയേഷന് കാരണമാകുന്നു, എവല്യൂഷന് കാരണമാകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഡാർവിൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ദിസ് എവല്യൂഷൻ ദാറ്റ് ഈസ് ഡ്യൂ ടു റാൻഡം ഡയറക്ഷണൽ മ്യൂട്ടേഷൻ ആണ്. അതായത് ഒരു റാൻഡംലി നടക്കുന്ന വളരെ ചെറുതായിട്ട് നടക്കുന്ന ഡയറക്ഷണൽ മ്യൂട്ടേഷൻ, ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ സ്ലോലി നടക്കുന്ന ഡെവലപ്മെൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് ഓർഗനൽ ഡസ് നോട്ട് കണ്ടെയ്ൻ DNA കണ്ടെയ്ൻ ചെയ്യാത്ത സെൽ ഓർഗനൽ. മൈറ്റോകോൺട്രിയയിൽ DNA ഉണ്ട്, ലൈസോസോമിൽ DNA ഇല്ല. ക്ലോറോപ്ലാസ്റ്റിൽ DNA ഉണ്ട്, വാക്യൂളിൽ DNA ഇല്ല. ലൈസോസോം ആൻഡ് വാക്യൂൾ, ദിസ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ന്യൂക്ലിയർ എൻവലപ്പ്, അതിനകത്ത് DNA ഇല്ല, ന്യൂക്ലിയർ എൻവലപ്പിലല്ല, ന്യൂക്ലിയസിലാണ് DNA ഇരിക്കുന്നത്. മൈറ്റോകോൺട്രിയൽ DNA ഉണ്ട്. നെക്സ്റ്റ് വൺ, ഡ്യൂ ടു ഇൻക്രീസിംഗ് എയർബോൺ അലർജൻസ് ആൻഡ് പൊല്യൂട്ടൻസ് മെനി പീപ്പിൾ ഇൻ അർബൻ ഏരിയാസ് ആർ സഫറിംഗ് ഫ്രം റെസ്പിറേറ്ററി ഡിസോർഡർ കോസിംഗ് വീസിംഗ് ഡ്യൂ ടു. ഇങ്ങനെ ഉണ്ടാകുന്ന ഡിസീസിനെ നമ്മൾ ആസ്മ എന്ന് പറയാം. ഈ ആസ്മ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോളാണ്. ബ്രോങ്കൈയിലെയും ബ്രോങ്കിയോളിലെയും ചെറിയ ചെറിയ ഇൻഫ്ലമേഷൻസ് കൊണ്ടാണ് അവർക്ക് വീസിംഗ് പ്രോബ്ലം ഉണ്ടാകുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ number 121. Select the incorrect statement. Male fruit fly is heterogametic. Correct. മെയിൽ ഫ്രൂട്ട് ഫ്ലൈ വന്നിട്ട് ഹെട്രോഗാമറ്റിക് ആണ്. ഇൻ മെയിൽ ഗ്രാസ് ഹോപ്പർ 50% ഓഫ് ദ സ്പേം ഹാവ് നോ സെക്സ് ക്രോമസോം. കാരണം അതിൻ്റെ മെയിലിൽ XO കണ്ടീഷനാണ് അതിൻ്റെ മെയിലിൻ്റെ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 50% സ്പേമിൽ സെക്സ് ക്രോമസോം ഉണ്ടാവില്ല. അതും കറക്റ്റാണ്. ഡൊമസ്റ്റിക്കേറ്റഡ് ഫൗൾസിൽ സെക്സ് ഓഫ് പ്രോജനി ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് സ്പേംസ് റാദർ ദാൻ എഗ്. അല്ല, അവിടെ ഫീമെയിൽ ഹെട്രോഗാമിറ്റിയാണ്. ഇസഡ് കണ്ടീഷനാണ് മെയിലില്ലെങ്കിൽ ZW കണ്ടീഷനാണ് ഫീമെയിലിൽ. അതുകൊണ്ട് തന്നെ ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 50% എഗ്ഗിൽ ഇസഡ് ക്രോമസോം, 50% എഗ്ഗിൽ W ക്രോമസോം ആയിരിക്കും. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ളത്. ഹ്യൂമൻ മെയിൽ ഹാവ് വൺ ഓഫ് ദ സെക്സ് ക്രോമസോം മച്ച് ഷോർട്ടർ ദാൻ ദ അതർ. എസ് മെയിൽ ക്രോമസോം Xും Yയും ആണ്. Y വളരെ ചെറിയൊരു ക്രോമസോമാണ്, X വലിയ ക്രോമസോമാണ്. നെക്സ്റ്റ് വൺ, DNA replication out of a mixture of biomolecule can be achieved by treatment with. DNA precipitation out of a mixture of biomolecule can be achieved by treatment with. നമുക്ക് ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് DNA precipitation can
be done with the help of chilled ethanol കൊണ്ടാണ് DNA precipitation ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, സെലക്ട് ദ കറക്റ്റ് ഗ്രൂപ്പ് ഓഫ് ബയോകൺട്രോൾ ഏജൻസ്. ബയോകൺട്രോൾ ഏജൻസിന്റെ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. ബാസിലസ് തുറിഞ്ചിയൻസിസ് അതൊരു ബയോകൺട്രോൾ ഏജന്റ് ആണ്. ടൊബാക്കോ മൊസൈക് വൈറസ് ഇറ്റ് ഈസ് എ പാത്തോജൻ. ഏഫിഡ് ഈസ് എ പെസ്റ്റ്. സോ നോട്ട് ദിസ് വൺ. ട്രൈക്കോഡെർമ ദാറ്റ് ഈസ് എ ബയോകൺട്രോൾ ഏജന്റ്, ഇറ്റ് ഈസ് എ ഫംഗസ്. ബാക്യുലോ വൈറസ് എസ് ഇറ്റ് ഈസ് എ ബയോകൺട്രോൾ ഏജന്റ്. ബാസിലസ് തുറിഞ്ചിയൻസിസ് ദാറ്റ് ഈസ് ഓൾസോ ബയോകൺട്രോൾ ഏജന്റ്. സോ ദിസ് ഈസ് കറക്റ്റ്. ഇനി നെക്സ്റ്റ് ഓസിലേറ്റോറിയ എന്ന് പറയുന്നത് ഒരു സൈനോബാക്ടീരിയ, അതൊരു ബയോ ഫെർട്ടിലൈസർ ആണ്. റൈസോബിയം ഒരു ബയോ ഫെർട്ടിലൈസർ ആണ്. ട്രൈക്കോഡെർമ ബയോ കൺട്രോൾ ഏജന്റ് ആണ്. നോസ്റ്റോക്ക് ബയോ ഫെർട്ടിലൈസർ. അസോസ്പൈറിലം ബയോ ഫെർട്ടിലൈസർ. ന്യൂക്ലിയോ പോളിഹീഡ്രോ വൈറസ്, ബാക്യുലോ വൈറസ് ഒരു ന്യൂക്ലിയോ പോളിഹീഡ്രോ വൈറസ് ആണ് കേട്ടോ. അപ്പോൾ NPV ഈ ബാക്യുലോ വൈറസ് ഇതൊരു എന്താണ് ബയോ കൺട്രോൾ ഏജന്റ് അല്ലെങ്കിൽ ന്യൂക്ലിയോ പോളിഹൈഡ്രോ വൈറസ് ഒരു ബയോ കൺട്രോൾ ഏജന്റ് ആണ്. ഇവിടുത്തെ ആൻസർ വന്നിട്ട് സെക്കൻഡ് ആണ്. ഇത് മൂന്നുമാണ് ബയോ കൺട്രോൾ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇൻബ്രീഡിംഗ് ഇൻക്രീസ് ഹോമോസൈഗോസിറ്റി. കറക്റ്റ്. Inbreeding is essential to evolve pure line in any animal. Yes. Inbreeding select harmful recessive genes that reduce fertility and productivity. Actually inbreeding വരും, ഇൻബ്രീഡിങ് ചെയ്യുമ്പോൾ റിസസീവ് ജീൻസ് അക്യുമുലേറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇൻബ്രീഡിങ് ആവശ്യമില്ലാത്ത ജീൻസിനെ, അതായത് ഡിഫക്റ്റീവ് ജീൻസിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ടാണ് സെലക്ട് ചെയ്യുക. പിന്നെ ഇൻബ്രീഡിങ് ചെയ്യുമ്പോൾ കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ ദാറ്റ് ക്യാൻ ലീഡ് ടു ഇൻബ്രീഡിങ് ഡിപ്രഷൻ. ഓക്കെ, അപ്പോൾ ഇൻബ്രീഡിങ് സെലക്ട് ഹാർംഫുൾ റിസസീവ് ജീൻസ് എന്നല്ല. ഇൻബ്രീഡിങ് we are selecting the dominant genes which is useful genes. Inbreeding help in accumulation of superior genes and elimination of undesirable genes. ശരിക്കും ഇൻബ്രീഡിങ് നമ്മൾ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരുപാട് ഇൻബ്രീഡിങ് ചെയ്യുമ്പോഴാണ് അത് അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നത്. അതുകൊണ്ട് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അത് നമ്മൾ 4 സ്റ്റേറ്റ്മെന്റ് വായിച്ച് നോക്കിയതിന് ശേഷം വേണം നമ്മൾ ഇതിനകത്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, മാച്ച് ദ ഫോളോയിങ് ഓർഗാനിസം വിത്ത് ദ പ്രോഡക്റ്റ് ദേ പ്രൊഡ്യൂസ്. ലാക്ടോബാസിലസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കേർഡ് ആണ്. സക്കറോമൈസിസ് സെറിവേഷ്യ ബ്രെഡ്. ആസ്പെർജില്ലസ് നൈഗർ സിട്രിക് ആസിഡ്. അസറ്റോബാക്ടർ അസറ്റിക് ആസിഡ്. So here the correct option is second option. Next one, what is the direction of movement of sugar in phloem? Phloemത്തിലെ ബൈഡയറക്ഷണൽ മൂവ്മെന്റ് ആണ്. ഫ്ലോയത്തിലെ ബൈഡയറക്ഷണൽ മൂവ്മെന്റ് ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു സോഴ്സ് ആൻഡ് സിങ്ക്. അതുകൊണ്ടാണ് ബൈഡയറക്ഷണൽ മൂവ്മെന്റ് എന്ന് പറയാൻ കാരണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ സം പ്ലാന്റ്സ് ദ ഫീമെയിൽ ഗ്യാമീറ്റ് ഡെവലപ്പ് ഇൻ ടു എംബ്രിയോ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ദിസ് ഫിനോമിനോൺ ഈസ് നോൺ ആസ് പാർത്തനോജനസിസ്. വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഫീമെയിൽ ഗ്യാമീറ്റ് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് നമ്മൾ പാർത്തനോജനസിസ് എന്ന് പറയും. നെക്സ്റ്റ് വൺ, പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ് ഇൻ ദ സീഡ് ഈസ് നോൺ ആസ് പെരിസ്പെർം. പെരിസ്പെർം നമുക്ക് കാസ്റ്ററിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഷുഗർ ബീറ്റിലുണ്ട്, അതുപോലെ ബ്ലാക്ക് പെപ്പർ ഇതിനകത്തൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ പെരിസ്പെർം എന്ന് പറയുന്നത് ദ പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ് ഈവൻ ആഫ്റ്റർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ സീഡ്. ദെൻ നെക്സ്റ്റ് വൺ, വാട്ട് മാപ്പ് യൂണിറ്റ് ഓർ സെന്റിമോർഗൻ ഈസ് അഡോപ്റ്റഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ജനറ്റിക് മാപ്പ്. സി, a unit of distance between the genes on chromosome representing 1% crossing over നെയാ ഒരു മാപ്പ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് എത്ര ക്രോസിംഗ് ഓവർ ചാൻസ് ഉണ്ട് അതിനെയാണ് നമ്മൾ 1% ക്രോസിംഗ് ഓവർ. എത്ര പെർസെൻറ്റേജ് ക്രോസിംഗ് ഓവർ ചാൻസ് ഉണ്ട് അതിനെയാണ് നമ്മൾ 1 മാപ്പ് യൂണിറ്റ് അല്ലെങ്കിൽ 1 സെന്റിമോർഗൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 3 ആണ്. നെക്സ്റ്റ് വൺ, ഇപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ഒപ്പം നമുക്ക് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ ചാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് 2 ജീനിൻ്റെ തമ്മിൽ ക്രോസിംഗ് ഓവർ ചാൻസ് ഇത്രയുണ്ട് അല്ലെങ്കിൽ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഇത്ര പെർസെൻറ്റേജ് ആണെന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഷുഡ് ബി ഏബിൾ ടു കൺസ്ട്രക്ട് ദ ഓർഡർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ജീൻസ്. ഓക്കെ, നമ്മുടെ ആ പർട്ടിക്കുലർ ജീൻസിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാൻ പഠിക്കണം. അത് ഈസിയാണ്, വളരെ ഈസിയാണ്. ഞാൻ അതിൻ്റെ 2-3 എക്സാമ്പിൾസ് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ചെയ്തു തരാം. Then next one, what would be the heart rate of a person if the cardiac output is 5 liter? Cardiac output 5 liter ആണ്. Blood volume in the ventricle at the end of diastole. Diastole എൻഡിൽ 100 ml ആണ്. At the end of ventricular systole 50 ml എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി ബ്ലഡ് അത് പമ്പ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത് ഇവിടെ 50 ml ആണ്. 50 ml സ്ട്രോക്ക് വോളിയം. അതേപോലെ തന്നെ കാർഡിയാക് ഔട്ട്പുട്ട് 5000 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ഒരു മിനിറ്റിൽ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ടാവും? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 100 ബീറ്റ്സ് ഇറ്റ് വിൽ ബി ഫോംഡ് അല്ലേ. അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 70 × 72 ആണ് നമുക്ക് 5 ലിറ്ററിന് കിട്ടിയത് അല്ലേ. അതേപോലെ തന്നെ 50 × 100 വി ഗെറ്റ് 5000 ml or 5 liter. Okay, then next one, Thiobacillus is a group of bacteria helpful in carrying out. Thiobacillusum, Pseudomonasum denitrification process ne help ചെയ്യുന്നതാണ്.
Denitrification. Next one. Which of the following factors is responsible for the formation of concentrated urine? Concentrated urine എപ്പോഴും ഉണ്ടാക്കുന്നത് എവിടെയാണ്? ആ മെഡുലറി ഇൻറ്റർസ്റ്റീഷ്യത്തിൽ ഉണ്ടാകുന്ന ഓസ്മോളാരിറ്റിയുടെ ചേഞ്ചസ് കൊണ്ടും അതുപോലെ ലൂപ്പ് ഓഫ് ഹെൻലിയുടെ ആക്ടിവിറ്റി കൊണ്ടുമാണ്. സോ ഹിയർ വി ക്യാൻ സേ ദ കറക്റ്റ് ആൻസർ ഈസ് മെയിൻറ്റെയിനിങ് ദ ഹൈപ്പറോസ്മോളാരിറ്റി ടുവേർഡ്സ് ദ ഇന്നർ മെഡുലറി ഇൻറ്റർസ്റ്റീഷ്യം ഇൻ ദ കിഡ്നി. ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ കോൺസെൻട്രേറ്റിംഗ് ദ യൂറിൻ. യൂറിൻ്റെ കോൺസെൻട്രേഷൻ നടക്കുന്നത് ഈ പറയുന്ന ഹൈപ്പറോസ്മോളാരിറ്റി മെഡുലറി ഇൻറ്റർസ്റ്റീഷ്യത്തിൽ ഉള്ളതുകൊണ്ടാണ്. അവിടെ അതിന് ഫേവറബിൾ ആയിട്ടുള്ളത് പ്രോക്സിമിറ്റി ഓഫ് ദ അല്ലെങ്കിൽ ഈ ലൂപ്പ് ഓഫ് ഹെൻലിയും അതേപോലെ വാസാറെക്റ്റിയും വളരെ 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 അടുത്ത് കാണുന്നത് കൊണ്ടും അതേപോലെ കൗണ്ടർ കറന്റ് മെക്കാനിസം ഓർ കൗണ്ടർ കറന്റ് ഫ്ലോ ഇൻ ദ ലൂപ്പ് ഓഫ് ഹെൻലിയും വാസാറെക്റ്റിയാണ് ഇങ്ങനൊരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് മൈറ്റോകോൺട്രിയ ഈസ് ഇൻകറക്റ്റ്? മൈറ്റോകോൺട്രിയന് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതിനകത്ത് ഏതാണ് ഇൻകറക്റ്റ് എന്ന്? ഔട്ടർ മെംബ്രെയിൻ ഈസ് പെർമിയബിൾ ടു മോണോമേഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ. യെസ്, ഔട്ടർ മെംബ്രെയിൻ മൈറ്റോകോൺട്രിയയുടെ ഔട്ടർ മെംബ്രെയിൻ ഇതിനൊക്കെ പെർമിയബിൾ ആണ്. എൻസൈം ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ആർ എംബഡഡ് ഇൻ ഔട്ടർ മെംബ്രെയിൻ. നോ, ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ ഇന്നർ മെംബ്രെയിൻ. ഇന്നർ മെംബ്രെയിൻ ഈസ് കൺവല്യൂട്ടഡ് വിത്ത് ഇൻഫോൾഡിംഗ്. യെസ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ക്രിസ്റ്റ. Okay, mitochondrial matrix contains single circular DNA molecule and ribosome. That is also correct. So here the wrong statement, its electron transport system is present in the outer membrane. Next one, xylem translocate. Xylem എന്തിനെയൊക്കെ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്? xylem translocate water, mineral salt, ചില ഓർഗാനിക് കോമ്പൗണ്ട്സ് അതേപോലെ തന്നെ ഹോർമോൺസിനെ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യിക്കുന്നുണ്ട്. So fourth option is correct. Next one, സെൽസ് ഇൻ G0 phase. G0 ഫേസിലുള്ള ഒരു സെല്ല് ദാറ്റ് വിൽ ബി എക്സിറ്റ് ദ സെൽ സൈക്കിൾ. സെൽ സൈക്കിളിൽ നിന്ന് എക്സിറ്റ് ആയി കാണുന്നതാണ് ക്യുസൻ സൈക്കിളിൽ, അതല്ലെങ്കിൽ ക്യുസൻ പീരിയഡിൽ കാണുന്നത്. അതായത് G0 ഫേസിൽ കാണുന്ന ക്യുസൻ ഫേസിൽ കാണുന്ന ഈ ക്യുസൻ ഫേസിൽ കാണുന്ന ഒരു സെല്ലിന് ഫർദർ സ്റ്റിമുലേഷൻ കിട്ടിയാൽ മാത്രമാണ് നെക്സ്റ്റ് അത് എന്ത് ചെയ്യുള്ളൂ, സെൽ സൈക്കിളിലേക്ക് എൻട്രി ചെയ്യുള്ളൂ. ഓക്കെ, നൗ ഇത് സാധാരണ G0 ഫേസിലിരിക്കുന്ന സെൽസ് കംപ്ലീറ്റ്ലി ഡിഫറൻഷിയേറ്റഡ് മെച്യൂർ സെൽസ് ലൈക്ക് RBC അങ്ങനത്തെ സെൽസൊക്കെ ആയിരിക്കും കേട്ടോ. ന്യൂറോൺസ്, മസിൽ സെൽസ്, അങ്ങനത്തെ സെൽസൊക്കെയാണ് ഈ പറയുന്നത് G0 ഫേസിലിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൻ ബിലോ ഈസ് നോട്ട് ട്രൂ അബൌട്ട് ഫോർമേഷൻ ഓഫ് ആനുവൽ റിംഗ് ഇൻ ട്രീസ്? ആനുവൽ റിംഗ് ട്രീസിൽ ഫോം ചെയ്യുന്നത് ടെമ്പറേറ്റ് റീജിയനിൽ കാണുന്ന പ്ലാന്റ്സിലാണ് സാധാരണ. കാരണം ടെമ്പറേറ്റ് റീജിയനിൽ സ്പ്രിംഗ് സീസണും ഓട്ടം സീസണും വളരെ ഡിഫറൻഷിയേറ്റ് ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണ്. ഈ സ്പ്രിംഗ് സീസണിൽ അതിൻ്റെ മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി മാക്സിമം ആയിരിക്കും, ഓട്ടം സീസണിൽ മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി കുറവായിരിക്കും. സ്പ്രിംഗ് സീസണിൽ മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് അത് സ്പ്രിംഗ് വുഡ് അല്ലെങ്കിൽ ഏർലി വുഡ് ഉണ്ടാക്കും. അത് കുറച്ച് വൈറ്റ് ഷെയ്ഡ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ വൈറ്റ് ഷെയ്ഡ് ആയിരിക്കും, ബ്രോഡ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മെച്ചുറേഷനോ അല്ലെങ്കിൽ ടാനിൻ ഡെപ്പോസിറ്റിനോ സമയം കിട്ടുന്നില്ല അതിൻ്റെ സൈലത്തിൻ്റെ ഉള്ളിൽ. ഇനി ഓട്ടം സീസണിൽ അവിടുത്തെ മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി കുറവായിരിക്കും. ഓട്ടം സീസണിൽ മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി കുറവായതുകൊണ്ട് അവിടെ ഒരു തിന്നായിട്ടുള്ള ഒരു സർക്കിളായിരിക്കും ഫോം ചെയ്യുക. അതായത് മെറിസ്റ്റം ഡിവൈഡ് ചെയ്യുന്ന വളരെ തിന്നായിട്ടുള്ള ഒരു സർക്കിളെ ഫോം ചെയ്യുള്ളൂ. ഈ തിന്നായിട്ടുള്ള സർക്കിൾ ഫോം ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അത് മെച്ചുറായി ഒരു ഡാർക്ക് സർക്കിളായിരിക്കും ഉണ്ടാക്കുക. അതിന് നമ്മൾ ഓട്ടം വുഡ് അല്ലെങ്കിൽ ലേറ്റ് വുഡ് എന്നാണ് പറയുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ആനുവൽ റിംഗ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സ്പ്രിംഗ് വുഡ് ആൻഡ് ഓട്ടം വുഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഇയർ. കറക്റ്റ് ആണത്. നമുക്ക് തെറ്റായിട്ടുള്ളതാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഡിഫറൻഷ്യൽ ആക്ടിവിറ്റി ഓഫ് കാമ്പിയം കോസസ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് ഓഫ് ടിഷ്യൂ ഏർലി ആൻഡ് ലേറ്റ് വുഡ് റെസ്പെക്റ്റീവ്ലി. യെസ്, ലൈറ്റ് വുഡ് എന്ന് പറയുന്നത് ഏർലി വുഡും ലേറ്റ് വുഡ് എന്ന് ഡാർക്ക് വുഡ് എന്ന് പറയുന്നത് ലേറ്റ് വുഡുമാണ്. അതും കറക്റ്റാണ്. ആക്ടിവിറ്റി ഓഫ് കാമ്പിയം ഡിപ്പെൻഡ്സ് അപ്പോൺ വേരിയേഷൻ ആൻഡ് ക്ലൈമറ്റ്. യെസ്, കാമ്പിയത്തിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ക്ലൈമറ്റിൻ്റെ വേരിയേഷൻ അനുസരിച്ചാണ്. അതും ശരിയാണ്. ആനുവൽ റിംഗ്സ് ആർ നോട്ട് പ്രോമിനൻറ്റ് ഇൻ ട്രീസ് ഓഫ് ടെമ്പറേറ്റ് റീജിയൻ. നോ, ഇറ്റ് ഈസ് പ്രോമിനൻറ്റ് ഇൻ ട്രീസ് ഓഫ് ടെമ്പറേറ്റ് റീജിയൻ. ഇറ്റ് ഈസ് നോട്ട് പ്രോമിനൻറ്റ് ഇൻ ട്രീസ് ഓഫ് ട്രോപ്പിക്കൽ റീജിയൻ. കാരണം ട്രോപ്പിക്കൽ റീജിയനിൽ ട്രീസിന് വളരുന്ന ആ ഒരു ക്ലൈമറ്റിൽ ഒരുപാട് ചേഞ്ചസ് വരാത്തത് കൊണ്ടാണ്. നമുക്ക് ഓട്ടം സീസണോ സ്പ്രിംഗ് സീസണോ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ട്രോപ്പിക്കൽ റീജിയനിലോ ഏകദേശം ഒരേ ക്ലൈമറ്റിക് കണ്ടീഷൻ ആയിരിക്കും ട്രോപ്പിക്കൽ റീജിയനിൽ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്കോളജിക്കൽ പിരമിഡ് ഈസ് ജനറലി ഇൻവെർട്ടഡ്? ഏത് ആണ് ഇൻവെർട്ടഡ് പിരമിഡായിട്ട് കാണിക്കുന്നത്? വി നോ പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ സി, ദാറ്റ് ഈസ് ഇൻവെർട്ടഡ് പിരമിഡ്. ബാക്കിയെല്ലാം ഇവിടെ അപ്രൈറ്റ് പിരമിഡാണ്. പിരമിഡ് ഓഫ് നമ്പർ ഇൻ ഗ്രാസ് ലാൻഡ് അപ്രൈറ്റ് ആണ്. Pyramid of energy, always it is upright. Pyramid of biomass in a forest, adum upright ആണ്. Pyramid of biomass in a sea, where we can see phytoplankton, zooplankton, small fishes, large fishes. That will show an inverted pyramid. Okay, next one.
Placentation in which ovule develop in the inner wall of the ovary or in the peripheral part, it is called as parietal placentation. Parietal placentation സാധാരണ കാണുന്ന മസ്റ്റർഡിൽ കാണാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കുക്കുർബിറ്റയിൽ കാണാം parietal placentation. Okay. Next one, which of the following protocol did aim for reducing the emission of chlorofluorocarbon into the atmosphere? That is Montreal Protocol. Montreal എന്ന് പറയുന്ന കാനഡയിലുള്ള മോൺട്രിയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് സൈൻ ചെയ്തത്. ഓക്കെ, that is for that is against the ozone depletion. Next one, which of the following contraceptive method do involve a role of hormone? Hormone involve ചെയ്യുന്ന contraceptive methods ഏതൊക്കെയാണ്? ലാക്ടേഷണൽ അമിനോറിയ കറക്റ്റ് ആണ്. ലാക്ടേഷണൽ അമിനോറിയയുടെ സമയത്ത്, അതായത് ഇൻറ്റൻസ് ലാക്ടേഷൻ്റെ സമയത്ത് ദർ വിൽ നോട്ട് ബി ദ FSH ആൻഡ് LH പ്രൊഡക്ഷൻ, അതായത് പിറ്റ്യൂട്ടറി ഹോർമോണിൻ്റെ ഗൊണാഡോട്രോപ്പിൻസിൻ്റെ അളവ് കുറവായിരിക്കും. പിൽസ്, എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽസ്, അതിനകത്തും ഈസ്ട്രോജൻ പ്രൊജസ്ട്രോജൻ്റെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ പ്രൊജസ്ട്രോജൻ ആയിരിക്കും അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നത്. ബാരിയർ മെത്തേഡിൽ ഹോർമോൺ ഇൻവോൾവ് ആകുന്നില്ല. ചില ബാരിയേഴ്സിൽ മാത്രം അല്ല, IUDയിലാണ് പിന്നെ ഹോർമോൺ ഇൻവോൾവ് ആകുന്നത്. അപ്പോൾ ഇതല്ല. CUT അല്ല. അതേപോലെ എമർജൻസി കോൺട്രാസെപ്റ്റീവും പിൽസും ഹോർമോൺസ് ഇൻവോൾവ് ആവുന്നതാണ്. അതേപോലെ പിൽസും എമർജൻസി ബാരിയർ മെത്തേഡിനകത്ത് ഹോർമോൺ ഇൻവോൾവ് ആവുന്നില്ല. സോ ഹിയർ ഹോർമോൺ ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ലാക്ടേഷണൽ അമിനോറിയ, പിൽസ്, എമർജൻസി കോൺട്രാസെപ്റ്റീവ്. പിൽസിനകത്തും ഈ പറയുന്ന ഈസ്ട്രോജൻ പ്രൊജസ്ട്രോജൻ കോമ്പിനേഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ടൈഡൽ വോളിയം ഓഫ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം ഓഫ് tidal volume and expiratory reserve volume of an athlete is 500 ml and 1000 ml respectively. What will be the expiratory capacity if the residual volume is 1200 ml? Expiratory capacity എന്ന് പറയുന്നത് expiratory reserve volume and tidal volume ആണ്. ഇവിടെ residual volume നിങ്ങൾക്ക് കൊടുത്തേക്കുന്നത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ expiratory capacity എന്ന് പറയുന്നത് tidal volume plus the expiratory reserve volume, so that is equal to 1000 plus 500. Then next one, what is the fate of male gamete discharge in the synergid? Synergidil discharge ചെയ്യുന്ന male gamete അല്ലെങ്കിൽ generative cell, one it will fuse with the egg, the other one it will fuse with the polar nucleus. Okay, so here we can see one fuses with the egg, other fuses with the central cell nuclei. Central cell nuclei ആണ് polar nuclei എന്ന് പറയുന്നത്. That is dikaryotic. ഓക്കെ, 2 ന്യൂക്ലിയസ് ആയിട്ട്, അതുകൊണ്ട് അവിടെ ട്രിപ്പിൾ ഫ്യൂഷൻ നടക്കുന്നത്. 3 ന്യൂക്ലിയസ് തമ്മിലാണ് ഫ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ സൈറ്റ് ഓഫ് പെർസെപ്ഷൻ ഓഫ് ഫോട്ടോ പീരിയഡ് നെസസറി ഫോർ ഇൻഡക്ഷൻ ഓഫ് ഫ്ലവറിംഗ് ഇൻ പ്ലാന്റ്സ്? നമുക്കറിയാം പ്ലാന്റ്സിൽ ഫ്ലവറിംഗ് നടക്കുന്നത് ഫ്ലോറിജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ലീവ്സിൽ സിന്തസൈസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ലീവ്സിൽ ഫ്ലോറിജനെ സിന്തസൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോ പീരിയഡ് എന്താ പറയുന്നത്, അത് അവിടെ ആ ഫോട്ടോ പീരിയഡ് ലൈറ്റ് ഇൻഡ്യൂസ് ചെയ്യേണ്ടത്, ലൈറ്റ് വന്ന് പതിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് ലീവ്സ് ആണ് കേട്ടോ. സോ ഹിയർ വാട്ട് ഈസ് ദ സൈറ്റ് ഓഫ് പെർസെപ്ഷൻ ഓഫ് ഫോട്ടോ പീരിയഡ് നെസസറി ഫോർ ഇൻഡക്ഷൻ ഓഫ് ഫ്ലവറിംഗ്? ഫോട്ടോ പീരിയഡിൻ്റെ ആ സൈറ്റ് അല്ലെങ്കിൽ ആ ലൈറ്റ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് പ്ലാന്റ്സിൻ്റെ ലീവ്സ് ആണ്. അവിടുന്ന് സിന്തസൈസ് ചെയ്യുന്ന ഹോർമോൺ എന്ന് പറയുന്ന ഫ്ലോറിജൻ ഹോർമോൺ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസി ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ്, സെലക്ട് ദ കറക്റ്റ്ലി റിട്ടൺ സയന്റിഫിക് നെയിം ഓഫ് മാംഗോ വിച്ച് വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ Carolus Linnaeus, that is Mangifera indica Linn. ഇവിടെ Mangifera indica എന്ന് കൊടുത്തിട്ട് തെറ്റൊന്നുമല്ല, പക്ഷേ നമ്മൾ ഈ കാരലസ് ലിനേയസ് എന്നുള്ള പേര് ഇവിടെ കൊടുത്തേക്കുമ്പോൾ വി ഷുഡ് കൺസിഡർ ദ അബ്രീവിയേറ്റഡ് ഫോം ഓഫ് ദ സയൻറ്റിസ്റ്റ് നെയിം ഓൾസോ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ എൻസൈം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സി, എൻസൈം കട്ട് DNA molecule at identified position within the DNA. കറക്റ്റ് ആണ്. ദ എൻസൈം ബൈൻഡ്സ് DNA at specific site and cut only one of the 2 strands. അല്ല, 2 സ്ട്രാൻഡിലും അത് കട്ട് ചെയ്യും. ദ എൻസൈം കട്ട് ദ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക്ബോൺ at specific site on each strand. Yes. The enzyme recognizes a specific palindromic nucleotide sequence in the DNA. അതും correct ആണ്. Palindromic sequence എന്ന് പറഞ്ഞാൽ the sequence which is able to read in similar manner in both the direction. Okay, അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് ഒരു റെക്കഗ്നീഷൻ സീക്വൻസ് ഉണ്ട്. ഈ റെക്കഗ്നീഷൻ സീക്വൻസ് ഐഡന്റിഫൈ ചെയ്യുന്ന മിക്കവാറും ഒരു പാലിൻഡ്രോമിക് സീക്വൻസിനെ ആയിരിക്കും. അത് ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോണിലാണ് കട്ട് ചെയ്യുന്നത്. അത് കട്ട് ചെയ്യുന്ന 2 സീക്വൻസിനെയും കട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ 2 സീക്വൻസ് കട്ട് ചെയ്യില്ല എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. The enzyme binds DNA at specific site and cuts only one of the 2 strands. That is wrong. From evolutionary point of view, retention of the female gametophyte with developing young embryo in the parent sporophyte for some time is first observed in, that is
ടെറിഡോഫൈറ്റ്, ഹെട്രോസ്പോറസ് ടെറിഡോഫൈറ്റിലാണ്. അതായത് സീഡ് ഹാബിറ്റ് ആണ് അവിടെ പറയുന്നത്. ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് കുറച്ച് നേരം ഫീമെയിൽ പ്ലാന്റിൻ്റെ ഉള്ളിലിരിക്കുകയും എംബ്രിയോ അവിടെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാന്ന് പറഞ്ഞാൽ സീഡ് ഉണ്ടാവുന്ന പോലെയാണ്. അത് ടെറിഡോഫൈറ്റിലെ ഹെട്രോസ്പോറസ് ഡെവലപ്മെൻറ്റിലാണ് നമുക്ക് കാണാൻ കഴിയുക. എക്സാമ്പിൾ ഫോർ ദാറ്റ് ഈ സെലാജിനെല്ല, സാൽവീനിയ, അതേപോലെ തന്നെ അസോള, ദീസ് ഓൾ ആർ എക്സാമ്പിൾ ഫോർ ദിസ് ഹെട്രോസ്പോറസ് ടൈപ്പ് ഓഫ് ടെറിഡോഫൈറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ആൻറ്റിറൈനം ഓർ സ്നാപ് ഡ്രാഗൺ. എ റെഡ് ഫ്ലവർ വാസ് ക്രോസ്ഡ് with a white flower and in F1 generation pink flowers were obtained. When pink flowers were selfed, the F2 generation showed white and red and pink flowers. Choose the incorrect statement from the following. ഇതിനകത്ത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദിസ് എക്സ്പെരിമെൻറ്റ് ഡസ് നോട്ട് ഫോളോ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡോമിനൻസ്. കറക്റ്റ് ആണ്. ദിസ് ഷോ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. പിങ്ക് കളർ ഇൻ F1 ഈസ് ഡ്യൂ ടു ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. കറക്റ്റ്. റേഷ്യോ ഓഫ് F2 ഈസ് 1/4 red, 2/4 pink, 1/4 white. That is also correct because we get 1:2:1 both genotype and phenotype. Law of segregation does not apply in this experiment. Law of segregation it is applied in all experiment. എല്ലാ എക്സ്പെരിമെൻറ്റിലും law of segregation apply ചെയ്യുന്നുണ്ട്. That is a universal law of മെൻഡലിൻ്റെ ഒരു universal law ആണ് law of segregation എന്ന് പറയുന്നത്. Conversion of glucose to glucose 6-phosphate is the first irreversible reaction of glycolysis is catalyzed by hexokinase enzyme. അല്ലേ? ഹെക്സോകൈനേസ് എൻസൈമാണ് ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6-phosphate ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. കൈനേസ് എൻസൈം ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ അഡീഷൻ ഓഫ് ഫോസ്ഫേറ്റ്. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഹെക്സോസ് മോളിക്യൂളിനെ ഗ്ലൂക്കോകൈനേസ് അല്ലെങ്കിൽ ഹെക്സോകൈനേസ് വെച്ചിട്ടാണ് ഗ്ലൂക്കോസ് 6-phosphate ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഡ്രഗ് കോൾഡ് ഹെറോയിൻ ഈസ് സിന്തസൈസ്ഡ് ബൈ അസറ്റൈലേഷൻ ഓഫ് മോർഫിൻ. അസറ്റൈൽ മോർഫിൻ, ഡൈ അസറ്റൈൽ മോർഫിൻ ആണ് ഹെറോയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സെലക്ട് ദ ഹോർമോൺ റിലീസിംഗ് ഇൻട്രായൂട്ടറിൻ ഡിവൈസസ്. ഹോർമോൺ റിലീസിംഗ് ഇൻട്രായൂട്ടറിൻ ഡിവൈസസ് ആർ പ്രൊജസ്റ്റാസേർട്ട് ആൻഡ് LNG-20. ഇത് രണ്ടാണ് ഹോർമോൺ റിലീസിംഗ് IUD എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A gene locus has two alleles, capital A, small a. If the frequency of dominant allele capital A is 0.4, then what will be the frequency of homozygous dominant, heterozygous and homozygous recessive individual in the population? If a capital A, if it is 0.4, then small a it will be 1 minus 0.4 ആയിരിക്കും. So it will be 0.6. We know capital A condition എന്ന് പറയുന്നത് 0.4 into 0.4 plus 2 capital A small a, that is equal to 2 into 0.4 into 0.6. And we can see small a condition, that is 0.6 into 0.6. So here we can say 0.16, that is homozygous dominant, and heterozygous condition, that is 0.48, and we can see this homozygous recessive condition, it is 0.36. Okay, so this will be the answer. Here you see 0.16 capital A, 0.48 capital A, small a, 0.36 small a. So this will be the correct option. Okay, now we will see the next question. Which of the following is true for golden rice? It is vitamin A enriched with a gene from daffodil. This is correct. Daffodil എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്നുള്ള കരോട്ടിനോയിഡ് പിഗ്മെന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. അതിനകത്തു നിന്നുള്ള ജീനാണ് ഈ വിറ്റാമിൻ എ എൻറിച്ച്ഡ് റൈസിൽ കൊടുത്തിട്ടുള്ളത്, അതായത് ഗോൾഡൻ റൈസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള. അതുപോലെ നെക്സ്റ്റ് സെൻറ്റൻസ് നമുക്ക് വെറുതെ നോക്കാം. ഇറ്റ് ഈസ് പെസ്റ്റ് റെസിസ്റ്റൻറ്റ് വിത്ത് എ ജീൻ ഫ്രം ബാസിലസ് തുറിഞ്ചിയൻസിസ്. നോ. ഇറ്റ് ഈസ് ഡ്രോട്ട് ടോളറൻറ്റ് ഡെവലപ്ഡ് യൂസിങ് അഗ്രോബാക്ടീരിയം വെക്ടർ. നോ. ഇറ്റ് ഹാസ് യെല്ലോ ഗ്രെയിൻ ബിക്കോസ് ഓഫ് ജീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഫ്രം പ്രിമിറ്റീവ് വെറൈറ്റി ഓഫ് റൈസ്. നോ. അതിന് യെല്ലോ കളർ ഉണ്ടെന്നുള്ളത് ശരിയാണ്, യെല്ലോ ഗ്രെയിൻസ് തന്നെയാണ്, പക്ഷേ അത് ഡാഫോഡിൽസിൽ നിന്നുള്ള ജീനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, പൈനസ് സീഡ് കനോട്ട് ജെർമിനേറ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ് വിത്തൗട്ട് ഫംഗൽ അസോസിയേഷൻ. ദിസ് ഇസ് because അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ഒബ്ലിഗേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് മൈക്കോറൈസയാണ്. എൻഡോ മൈക്കോറൈസൽ അസോസിയേഷനാണ് പൈനസിൻ്റെ റൂട്ടിൽ കാണുന്നത്. അത് ഒബ്ലിഗേറ്റ് അസോസിയേഷനാണ്. അതില്ലാതെ അവർക്ക് സീഡ് ജെർമിനേഷൻ പോലും നടക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മിനറൽസിൻ്റെ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ഈ ഫംഗൽ ഹൈഫയാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഇറ്റ് ഹാസ് ഒബ്ലിഗേറ്റ് അസോസിയേഷൻ വിത്ത് മൈക്കോറൈസെ. ദാറ്റ് ഈസ് ദ റീസൺ ദ പൈനസ് സീഡ് കനോട്ട് ജെർമിനേറ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ് വിത്തൗട്ട് ഫംഗൽ അസോസിയേഷൻ.
situation. Next one, which of the following feature of genetic code does allow bacteria to produce human insulin by recombinant DNA technology? എന്ത് ക്യാരക്ടറാണ് ഈ ജനറ്റിക് കോഡ് കൊണ്ട് എന്ത് ക്യാരക്ടറാണ് നമുക്ക് ഹ്യൂമൻ ജീനിന് ഇസ്കരീഷ്യ കൊളയിൽ കൊടുത്തിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്? ദാറ്റ് ഈസ് ജനറ്റിക് കോഡ് ഈസ് യൂണിവേഴ്സൽ. ജനറ്റിക് കോഡ് നിയർലി യൂണിവേഴ്സൽ ആണ്. അതായത് ബാക്ടീരിയയിലുള്ള ജനറ്റിക് കോഡോൺ അത് ആ സെയിം കോഡോൺ ഹ്യൂമൻ ബീങ്സിലും സെയിം അമിനോസിനും തന്നെയായിരിക്കും കോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഹ്യൂമൻ ഇൻസുലിനെ കോഡ് ചെയ്യുന്ന ജീനിനെ എസ്കരീഷ്യ കൊളയിൽ കൊടുത്ത് എസ്കരീഷ്യ കൊളയിൽ ഹ്യൂമൻ ഇൻസുലിൻ ഉണ്ടാക്കാൻ പറ്റിയത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ക്യൂറബിൾ? കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റാത്ത സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറയുന്നത് ഒന്ന് HIV ആണ്, ഒന്ന് ഹെപ്പറ്റൈറ്റിസ് B ഇൻഫെക്ഷൻ ആണ്. നെക്സ്റ്റ് വൺ ഈസ് ജെനിറ്റൽ ഹെർബ്സ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ജെനിറ്റൽ ഹെർബ്സ് ആണ് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റാത്തത്. Okay, next question, which of the following statement is incorrect? Viroids lack a protein code. Correct ആണ്. Viroids എന്ന് പറയുന്നത് naked DNA, naked RNA ആണ്. Viruses are obligate parasite. That is also correct. Infective constituent in virus is the protein code. അല്ല, infective constituent in virus that is either DNA or RNA. അതിൻ്റെ genetic material ആണ്. Infective constituent of virus protein ആണെങ്കിൽ അതിനെ നമ്മൾ പ്രയോൺ എന്നാ പറയാം. Prions consist of abnormally folded protein. Prions abnormally folded protein which give infection in other organs. അത് കറക്റ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് തെറ്റായിട്ടുള്ള ഇൻഫെക്റ്റീവ് കോൺസ്റ്റിറ്റ്യൂന്റ് ഇൻ വൈറസ് ഈസ് ദ, അത് പ്രോട്ടീൻ ആണ് അതിൻ്റെ ഇൻഫെക്റ്റീവ് കോൺസ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്നത് നമ്മൾ വൈറസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യില്ല, പ്രയോൺ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ വൈറസിൻ്റെ ഇൻഫെക്റ്റീവ് കോൺസ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ തന്നെ ഒന്നുപോലെ DNA ആയിരിക്കും അല്ലെങ്കിൽ RNA ആയിരിക്കും. ആ ഓർഗാനിസത്തിൽ DNA ആണോ RNA ആണോ അതനുസരിച്ചായിരിക്കും. നെക്സ്റ്റ് വൺ, മാച്ച് ദ ഫോളോയിങ് ഓർഗാനിസം വിത്ത് ദ റെസ്പെക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. പില ഇറ്റ് ഹാസ് ദ റാഡുല. പില എന്ന് പറയുന്നത് എന്താണ്? മൊളസ്ക ഗ്രൂപ്പാണ്. റാഡുല ദറ്റ് ഈസ് ദ എക്സ്ക്രീറ്ററി റാസ്പിംഗ് സ്ട്രക്ചർ വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻസൈഡ് ദ മാൻഡിൽ ക്യാവിറ്റിയുടെ ഉള്ളിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ് റാഡുല എന്ന് പറയുന്നത്. ബോംബിക്സ് ദാറ്റ് ഹാസ് മാൽപീജിയൻ ട്യൂബിൾ. മാൽപീജിയൻ ട്യൂബിൾ ആണ് ഇതിൻ്റെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ. പ്ലൂറോബ്രാക്കിയ എന്ന് പറയുന്നത് കോംപ്ലേറ്റ്സിൻ്റെ ടീനോഫോറയിൽ വരുന്നതാണ് പ്ലൂറോബ്രാക്കിയ. ടീനിയ ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ പ്ലാറ്റിഹെൽമിന്റർ, so it will be having the excretory cell as flame cell. Okay, so here the correct option is 2. Next one, expressed sequence tag refers to. എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ് എന്ന് പറയുന്നത് എന്താണ്? ജീൻസ് എക്സ്പ്രസ്ഡ് ആസ് RNA, അതിനെയാണ് നമ്മൾ എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗും സീക്വൻസ് അനോട്ടേഷനും ചെയ്യാമെന്ന് പറഞ്ഞു. എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ mRNA ഐസൊലേറ്റ് ചെയ്തതിന് ശേഷം mRNA കോംപ്ലിമെൻ്ററി DNA ഉണ്ടാക്കിയിട്ട് ആ എക്സ്പ്രസ് ചെയ്യുന്ന ഭാഗം മാത്രം നമ്മൾ എടുത്തിട്ട് അതിന് ആ സീക്വൻസ് എവിടെയാണെന്ന് അനോട്ടേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതാണ് ഈ എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്. ദറ്റ് ഈസ് ജീൻ എക്സ്പ്രസ്ഡ് ആസ് RNA, ദറ്റ് ഈസ് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? മോറൽസ് ആൻഡ് ട്രഫിൾസ് ആർ edible delicacies. Correct. Claviceps is a source of many alkaloid and LSD. Yes, അതും കറക്റ്റ് ആണ്. Conidia are produced exogenously and ascospores are produced endogenously. കറക്റ്റ് ആണ്. Yeast have filamentous bodies with a long thread like hyphae. അത് തെറ്റാണ്. ഈസ്റ്റിൽ ലോങ് ഫിലമെന്റസ് ബോഡി അല്ല, ഓവൽ ഷേപ്ഡ് സിംഗിൾ സെല്ലുലാർ സ്ട്രക്ചർ ആണ് ഈസ്റ്റ്. അത് ഫിലമെന്റ് പോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് അത് ചെയിൻ ഓഫ് ബഡ്സ് ഫോം ചെയ്യുന്ന, അതായത് ടോറുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് കേട്ടോ. അപ്പോൾ അന്നേരം മാത്രമേ അതൊരു ഫിലമെന്റ് സ്ട്രക്ചർ, അതല്ലാതെ ഹൈഫ് ഒന്നും ഈസ്റ്റ് ഉണ്ടാക്കുന്നില്ല. സോ ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് ഫോർത്ത് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ കോളം 1 with column 2. Saprophytes that will help in decomposition of dead organic materials is parasite living on living plants or animals. അവർ ലിവിങ് പ്ലാന്റ്സിലോ ആനിമൽസിലോ മേലെ ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. ലൈക്കൻസ് ആർ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ആൽഗെ ആൻഡ് ഫംഗൈ. മൈക്കോറൈസ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫംഗൈ വിത്ത് പ്ലാന്റ് റൂട്ട്. Okay, so here A2, B3, C4, A2, B3, C4 and D1. So fourth option is correct. Next one, which of the following glucose transporter is insulin dependent? Insulin dependent glucose transporter is GLUT4. GLUT4 ആണ് insulin dependent glucose transporter എന്ന് പറയുന്നത്. And GLUT1 is insulin independent glucose transporter ആണ്. GLUT4 it will transport glucose to the liver cell and the adipocytes. Okay, next one, which of the
the following immune response is responsible for rejection of kidney graft? നമുക്കറിയാം സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ് ഒരു ഓർഗൻ റിജക്ഷൻ ഉണ്ടാക്കുന്നത്. സോ ഹിയർ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. നെക്സ്റ്റ് വൺ, യൂസ് ഓഫ് ആൻ ആർട്ടിഫിഷ്യൽ കിഡ്നി ഡ്യൂറിങ് ഹീമോഡയാലിസിസ് മേ റിസൾട്ട് ഇൻ നൈട്രോജീനസ് വേസ്റ്റ് ബിൽഡപ്പ് ഇൻ ദ ബോഡി. ഇല്ല, ആർട്ടിഫിഷ്യൽ കിഡ്നി യൂസ് ചെയ്യുന്നതുകൊണ്ട് നൈട്രോജീനസ് വേസ്റ്റ് റിമൂവ് ചെയ്യുക. നോൺ എലിമിനേഷൻ ഓഫ് എക്സസ് പൊട്ടാഷ്യം അയോൺസ്, അതും തെറ്റാണ്. എലിമിനേഷൻ ഓഫ് പൊട്ടാഷ്യം അയോൺസ് ആണ് നടക്കുക. റെഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം അയോൺസ് ഫ്രം ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്ട്, കറക്റ്റാണ്. ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്റ്റിൽ നിന്ന് കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കും. അത് പറയാനുള്ള കാരണം എന്താ, അങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹീമോഡയാലിസിസ് ചെയ്യുമ്പോൾ ഫോസ്ഫേറ്റ് അയോൺസ് റിമൂവ് ആയി പോകും. ഫോസ്ഫേറ്റ് അയോൺസിൻ്റെ ഒപ്പം കാൽഷ്യം പോകും. അതുകൊണ്ടാണ് കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്റ്റിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന കാൽഷ്യം കുറവായിരിക്കും എന്ന് പറയാനുള്ള കാരണം. റിഡ്യൂസ്ഡ് RBC പ്രൊഡക്ഷൻ, കാരണം എറിത്രോപോയിറ്റിൻ സിന്തസൈസ് ചെയ്യുന്ന കുറയും കിഡ്നി ഫംഗ്ഷൻ ചെയ്യാതെ ആകുമ്പോൾ. അപ്പോൾ C and D ആണ് ശരിക്കും നടക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ്? ദാറ്റ് ഈസ് C and D ഓപ്ഷൻ. അത് രണ്ടും കറക്റ്റ് ആണ്, ബാക്കി രണ്ടും നടക്കുന്നതല്ല. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? കോർണിയ ഈസ് ആൻ എക്സ്റ്റേണൽ ട്രാൻസ്പെറൻറ്റ് ആൻഡ് പ്രൊട്ടക്റ്റീവ് പ്രോട്ടീനേഷ്യസ് കവറിംഗ് ഓഫ് ദ ഐബോൾ. അല്ല, കോർണിയ എന്ന് പറയുന്ന കൊളാജൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡെൻസ് മാട്രിക്സ് ആണ്. അതുപോലെ തന്നെ അതിന് കോർണിയൽ എപ്പിത്തീലിയവും ഉണ്ടാവും. അത് മോസ്റ്റ് സെൻസിറ്റീവ് പാർട്ട് ഓഫ് ദ ഐ ആണ് കേട്ടോ. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ആൻഡ് പ്രൊട്ടക്റ്റീവ് പ്രോട്ടീനേഷ്യസ് കവറിംഗ് എന്ന് പറയുന്നത് തെറ്റാണ്. കോർണിയ കൺസിസ്റ്റ് ഓഫ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ഓഫ് ഇലാസ്റ്റിൻ ആൻഡ് കൊളാജൻ ആണ്, ഇലാസ്റ്റിൻ അല്ല. ആൻഡ് ക്യാൻ റിപ്പയർ ഇറ്റ് സെൽഫ്, തെറ്റാണ്. കോർണിയ ഈസ് കോൺവെക്സ് ട്രാൻസ്പെറൻറ്റ് ലെയർ വിച്ച് ഈസ് ഹൈലി വാസ്കുലറൈസ്ഡ്. കോർണിയ വാസ്കുലറൈസ്ഡ് അല്ല, കാരണം കോർണിയ ഏറ്റവും പുറത്തെ ലെയർ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് കോർണിയ എന്ന് പറയുന്നത്. അവിടെ ബ്ലഡ് വെസൽസ് ഒന്നും ഇല്ല. കോർണിയ കൺസിസ്റ്റ് ഓഫ് ഡെൻസ് മാട്രിക്സ് ഓഫ് കൊളാജൻ ആൻഡ് ഈസ് മോസ്റ്റ് സെൻസിറ്റീവ് പോർഷൻ ഓഫ് ദ ഐ. സോ ദാറ്റ് ഈസ് correct. Next one, the frequency of recombination between gene pairs on the same chromosome as a measure of the distance between gene was explained by. A recombination explain ചെയ്ത് recombination frequency അല്ലെങ്കിൽ gene map, genetic map explain ചെയ്ത് ആൽഫ്രഡ് സ്റ്റർട്ടിവന്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, മാച്ച് ദ ഫോളോയിങ് ജീൻസ് ഓഫ് ദ ലാക്കോപ്രോൺ വിത്ത് ദർ റെസ്പെക്റ്റീവ് പ്രോഡക്റ്റ്. ഐ ജീൻ റിപ്രസർ ആണ്. ഇസഡ് ജീൻ ബീറ്റാ ഗാലക്ടോസിഡേസ് എൻകോഡ് ചെയ്യുന്നതാണ്. എ ജീൻ ഇറ്റ് എൻകോഡ് പെർമേസ്, ഇസഡ് ജീൻ ഇറ്റ് എൻകോഡ് ബീറ്റാ ഗാലക്ടോസിഡേസ്, A gene it encode trans-acetylase, Y gene encode permease. So I gene it is repressor. First one 3, second Z gene it is beta galactosidase, correct. A gene it is trans-acetylase and Y gene it is permease. Okay, 3 is the correct option. Next one, it takes very long time for pineapple plant to produce flowers. Which combination of hormone can be applied to artificially induce flowering in pineapple plants throughout the year to increase the yield? ഓക്സിനും എത്തിലീനും ആണ് കൊടുക്കുന്നത്. ഓക്സിൻ ദാറ്റ് വിൽ ഇൻഡ്യൂസ് ഫ്ലവറിംഗ് ഇൻ പൈനാപ്പിൾ ആൻഡ് എത്തിലീൻ ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ സിങ്ക്രൊണൈസിങ് ഫ്ലവേഴ്സ് ഇൻ ദ പൈനാപ്പിൾ പ്ലാന്റ്. അപ്പോൾ ഓക്സിനും എത്തിലീനും ആണ് കൊടുക്കുന്നത് കേട്ടോ. ഐഡന്റിഫൈ ദ സെൽസ് ഹൂസ് സെക്രീഷൻ പ്രൊട്ടക്ട് ദ ലൈനിങ് ഓഫ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്ട് ഫ്രം വേരിയസ് എൻസൈം. എൻസൈമിൽ നിന്ന് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സെക്രീഷൻ എന്ന് പറയുന്ന മ്യൂക്കസ് ആണ്. മ്യൂക്കസിന്റെ സെക്രീഷൻ ചെയ്യുന്ന ഗോബ്ലെറ്റ് സെൽസ് ആണ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ബയോ കൺട്രോൾ ഏജന്റ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് പ്ലാന്റ് ഡിസീസ്. പ്ലാന്റ് ഡിസീസിന്റെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്ന ഒരു ബയോ കൺട്രോൾ ഏജന്റ് എന്ന് പറയുന്നത് ട്രൈക്കോഡെർമയാണ്. നമ്മൾ ഓൾറെഡി ഒരു ബയോ കൺട്രോൾ ഏജന്റ് ട്രൈക്കോഡെർമ ഫംഗസ് ഈ സെയിം ഏകദേശം ഒരു ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബയോ കൺട്രോൾ ഏജന്റ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. ഇനി ഫ്ലോയം ഇൻ ജിംനോസ്പേം ലാഗ്. ജിംനോസ്പേമിന്റെ ഫ്ലോയത്തിൽ ഇല്ലാത്തത് ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് സീവ് ട്യൂബ് ആൻഡ് കമ്പാനിയൻ സെൽസ്. സീവ് ട്യൂബിന് പകരം അവർക്ക് സീവ് സെൽസ് ആയിരിക്കും ഉണ്ടാവുക. കമ്പാനിയൻ സെൽസിന് പകരം അവർക്ക് ആൽബുമിനസ് സെൽസ് ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് വൺ, എക്സ്ട്രൂഷൻ ഓഫ് സെക്കൻഡ് പോളാർ ബോഡി ഫ്രം എഗ് ന്യൂക്ലിയസ് ഒക്കേഴ്സ്. എഗ് ന്യൂക്ലിയസിൽ നിന്ന് അതായത് ഓവത്തിന്റെ ഫോർമേഷൻ നടക്കുന്ന സമയത്ത് രണ്ടാമത്തെ പോളാർ ബോഡി എപ്പോഴാണ് എക്സ്ട്രൂഷൻ നടക്കുന്നത്, പുറത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ആയി പോകുന്നത്? ആഫ്റ്റർ ദ എൻട്രി ഓഫ് സ്പേം ബട്ട് ബിഫോർ ഫെർട്ടിലൈസേഷൻ. സ്പേം എൻട്രി ചെയ്തതിന് ശേഷം ഫെർട്ടിലൈസേഷന് മുമ്പാണ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മെറ്റാഫേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന മെറ്റാഫേസ് 2 മെറ്റാഫേസ് 2 മെറ്റാഫേസ് പ്രൊമോട്ടിംഗ് ഫാക്ടർ ഇനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഈ സ്പേമിന്റെ എൻട്രിയാണ് ഇൻസൈഡ് ദ സൈറ്റോപ്ലാസം ഓഫ് ദ ഓവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ വിൽ there be no change in the reading frame of following mRNA?
ഇൻസേർഷൻ ഓഫ് ജി അറ്റ് ഫിഫ്ത്ത് പൊസിഷൻ, അഞ്ചാമത്തെ പൊസിഷനിൽ ഒരു ജി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ ഫ്രെയിം വിൽ ബി ഷിഫ്റ്റഡ് ടുവേഴ്സ് ദ റൈറ്റ്. ഡിലീഷൻ ഓഫ് ജി ഫ്രം ഫിഫ്ത്ത് പൊസിഷൻ, ദ ഫ്രെയിം വിൽ ബി ഷിഫ്റ്റഡ് ടുവേഴ്സ് ലെഫ്റ്റ്. നമ്മുടെ എല്ലാ അമിനോ ആസിഡും രണ്ടാമത്തെ അമിനോ ആസിഡ് മുതൽ മുഴുവൻ തെറ്റിപ്പോവും. ഇൻസേർഷൻ ഓഫ് എ ആൻഡ് ജി അറ്റ് 4 and 5th പൊസിഷൻ, അപ്പോഴും ഫ്രെയിം വിൽ ബി ഷിഫ്റ്റഡ് ടുവേഴ്സ് റൈറ്റ് ആൻഡ് വി വിൽ സി ഫ്രം there onwards all the amino acid it will undergo change. Deletion of GGU from 7th, 8th and 9th position, ഏഴാമത്തെയും എട്ടാമത്തെയും ഒമ്പതാമത്തെ പൊസിഷനിൽ GGU റിമൂവ് ചെയ്ത അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ് മാത്രം റിമൂവ് ആയി പോകുന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഫസ്റ്റ് അമിനോ ആസിഡും സെക്കൻഡ് അമിനോ ആസിഡും അങ്ങനെ തന്നെ നിൽക്കും. ദെൻ ആഫ്റ്റർ ദാറ്റ് തേർഡ് അമിനോ ആസിഡ് വിൽ ബി മിസ്സിംഗ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ദ ഫോർത്ത് അമിനോ ആസിഡ്, ലൈക്ക് ദാറ്റ് ഇറ്റ് വിൽ ബി ഫോമിങ്. ഓൺലി വൺ അമിനോ ആസിഡ് വിൽ ബി മിസ്സിംഗ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അമിനോ ആസിഡും ചേഞ്ച് ആയി പോകുന്നില്ല. അത് എന്താ പറയുക, ജസ്റ്റ് ഒരു അമിനോ ആസിഡ് അവിടെ നിന്ന് മിസ്സായി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. അവിടെ വലിയ ചേഞ്ച് ആ പ്രോട്ടീൻ ഉണ്ടാവില്ല. പക്ഷേ ഇവിടെയും ഫ്രെയിം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഫ്രെയിം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ആ ക്വസ്റ്റ്യനിൽ അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീനിൽ വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവാതെ നമുക്ക് കിട്ടുന്നത് ഏത് തരത്തിലുള്ള മ്യൂട്ടേഷൻ നടക്കുമ്പോൾ എന്നുള്ള അർത്ഥത്തിലാണ് അത് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ദ കോൺസെപ്റ്റ് ഓഫ് ഒംനി സെല്ലുലാർ ഇ സെല്ലുലാർ റിഗാർഡിംഗ് സെൽ ഡിവിഷൻ വാസ് ഫസ്റ്റ് പ്രപ്പോസ്ഡ് ബൈ, ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ റുഡോൾഫ് വിർക്കോ. റുഡോൾഫ് വിർക്കോ ആണ് സെൽ തിയറി മോഡിഫൈ ചെയ്ത്, അതായത് ദ സെൽ ഒറിജിനേറ്റ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ എന്ന് കണ്ടുപിടിച്ചത് ഈ പറയുന്ന റുഡോൾഫ് വിർക്കോ ആണ്. അദ്ദേഹമാണ് പറഞ്ഞത്, അതാണ് ഈ ഒംനി സെല്ലുലാർ ഈ സെല്ലുലെ കൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ട്രിഗേഴ്സ് ആക്ടിവേഷൻ ഓഫ് പ്രോടോക്സിൻ ടു ആക്റ്റീവ് ബീറ്റി ടോക്സിൻ ഓഫ് ബാസിലസ് തുറിഞ്ചിയൻസിസ് ഇൻ ബോൾവർംസ്. എന്താണ്? ആൽക്കലൈൻ pH ഓഫ് ഗട്ട് ആണ്. അതായത് ബാസിലസ് തുറിഞ്ചിയൻസിസിലെ ഒരു പ്രോടോക്സിൻ, അത് ഇൻസെക്റ്റിന് ടോക്സിക് ആണ്. ഈ പ്രോടോക്സിൻ ബാസിലസ് തുറിഞ്ചിയൻസിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ വെൻ ഇറ്റ് എൻ്റർ ഇൻസൈഡ് ദ ഗട്ട് ഓഫ് ദിസ് ഇൻസെക്ട്സ് ആണ്, അതിൻ്റെ ഗട്ടിലെ ആൽക്കലൈൻ pH കൊണ്ട് പ്രോടോക്സിൻ ടോക്സിജനിക് ആവുകയും അവിടുന്ന് നമുക്ക് ഈ മിഡ് ഗട്ട് റീജിയനിലെ എപ്പിത്തീലിയൽ ടിഷ്യൂസിന് പോഴ്സ് ഉണ്ടാക്കുകയും, അതായത് പോറസ് ആക്കി മാറ്റി ആ പോഴ്സിൽ കൂടെ വാട്ടർ അതിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്ത് സെല്ല് പൊട്ടിയിട്ട് അത് ചത്തുപോവുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പെയർ റെപ്രസെൻറ്റിംഗ് ദ കോസറ്റീവ് ഏജന്റ് ഓഫ് ടൈഫോയിഡ് ഫീവർ ആൻഡ് ദ കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ ടൈഫോയിഡ്. കോസറ്റീവ് ഏജന്റ് ഓഫ് ടൈഫോയിഡ് എന്ന് പറഞ്ഞാൽ സാൽമനല്ല ടൈഫിയാണ്. അതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറയുന്നത് വൈഡാൽ ടെസ്റ്റ് ആണ്. വാട്ട് ഈസ് ദ ജനറ്റിക് ഡിസോർഡർ? സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഫോർത്ത് വൺ. വാട്ട് ഈസ് ദ ജനറ്റിക് ഡിസോർഡർ ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഹാസ് ആൻ ഓവറോൾ മസ്കുലൈൻ ഡെവലപ്മെന്റ് ഗൈനക്കോമാസ്റ്റിയ and is sterile? Gynecomastia കാണുന്നത് XXY കണ്ടീഷനിലാണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ക്ലിൻഫെൽറ്റർ സിൻഡ്രോം. ക്ലിൻഫെൽറ്റർ സിൻഡ്രോമിലാണ് ഓവറോൾ മസ്കുലൈൻ ഡെവലപ്മെൻറ്റും ഗൈനക്കോമാസ്റ്റിയ, അതായത് മെയിലിൻ്റെ ഫീമെയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കാണുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോളിബ്ലെൻഡ് എ ഫൈൻ പൗഡർ ഓഫ് റീസൈക്കിൾഡ് മോഡിഫൈഡ് പ്ലാസ്റ്റിക് ഹാസ് പ്രൂവ്ഡ് ടു ബി എ ഗുഡ് മെറ്റീരിയൽ ഫോർ മേക്കിംഗ് ദ കൺസ്ട്രക്ഷൻ ഓഫ് റോഡിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ്. ഇത് ബാംഗ്ലൂരിൽ ഓൾറെഡി ഒരു പ്ലാസ്റ്റിക് മേക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഈ പറയുന്ന പ്ലാസ്റ്റിക്കിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന പോളിബ്ലെൻഡ് എന്ന് പറയുന്ന പൗഡർ ബിറ്റുമെൻ പൗഡറുമായിട്ട് മിക്സ് ചെയ്തിട്ട് റോഡ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് ആ റോഡ് ലോങ് ലാസ്റ്റിങ്ങും ആയിരിക്കും. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ അതുകൊണ്ട് വേറൊരു ഗുണമുണ്ട്, നമുക്ക് ഈ പറയുന്ന പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഒഴിവാക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഡിസ്പോസൽ ഓഫ് ന്യൂക്ലിയർ വേസ്റ്റ്? ന്യൂക്ലിയർ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് റോക്കിൻ്റെ ഉള്ളിൽ, ഭൂമി ഒരുപാട് കുഴിച്ച് 500 മീറ്റേഴ്സോളം താഴ്ത്തി റോക്കിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്ത, ഷീൽഡിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്ത രീതിയിലാണ് ഈ പറയുന്ന ന്യൂക്ലിയർ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്. So here the correct answer is bury the waste within rock deep below the earth surface. അതായത് 500 മീറ്ററോളം കുഴിച്ച് ഒരു റോക്കിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ പറയുന്ന സാധനങ്ങൾ നമ്മൾ ബറി ചെയ്യുന്നത് കേട്ടോ. Match the following hormone with the respective disease. Insulin because of the deficiency of it will cause diabetes. Thyroxine, that is related to thyroxine deficiency, it lead to goiter. Corticoids means adenocorticoid and mineralocorticoid, അതിൻ്റെ സെക്രീഷൻ്റെ കുറവും കൊണ്ട് ആഡിസൺസ് ഡിസീസ് ഉണ്ടാവും. ഗ്രോത്ത് ഹോർമോൺ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡൽട്സിൽ കാണുന്ന ഡിസീസാണ് അക്രോമെഗാലി. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഹിയർ ഈസ് തേർഡ് വൺ. Then the next question,
That is, select the correct option. 8th, 9th and 10th pairs of the ribs articulate directly with the sternum. തെറ്റാണ്. 8th, 9th, 10th ഇതിന് റിബിനെ നമ്മൾ വെർട്ടിബ്രോ കോൺട്രൽ റിബ് എന്നാണ് പറയുന്നത്. അതായത് ഏഴാമത്തെ റിബുമായിട്ട് അറ്റാച്ച് ചെയ്ത് എന്നാൽ വെർട്ടിബ്രൽ കോളമായിട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റെർണത്തിൽ അറ്റാച്ച് ചെയ്യാതെ കാണുന്നതാണ്. 11th and 12th pairs of ribs are connected to the sternum with the help of hyaline cartilage. അല്ല. Each rib is a flat thin bone and all ribs are connected dorsally to the thoracic vertebrae and ventrally to the sternum. ഓരോ റിബും എല്ലാ സ്റ്റെർണുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. There are 7 pairs of vertebrosternal, 3 pairs of vertebrochondral and 2 pairs of vertebral rib. This is correct. Okay, നമുക്ക് ആകെ 12 പെയർ റിബ്സ് ആണുള്ളത്. അതിനകത്ത് ആദ്യത്തെ 7 പെയർ വെർട്ടിബ്രോസ്റ്റെർണൽ ആണ്. അതായത് ഡോർസലി അത് വെർട്ടിബ്രൽ കോളായിട്ടും വെൻട്രലി അത് സ്റ്റെർണായിട്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എട്ടാമത്തെയും 9ാമത്തെയും റിബ് ഇത് അറ്റാച്ച് ചെയ്തേക്കുന്ന ഹൈലൈൻ കാർട്ടിലേജ് വെച്ചിട്ടാണ് കേട്ടോ. അതേപോലെ 8ാമത്തെയും 9ാമത്തെയും 10ാമത്തെയും റിബ്സ് വന്നിട്ട് ഡോർസലി ഇറ്റ് അറ്റാച്ച് വിത്ത് വെർട്ടിബ്രൽ കോളം ബട്ട് വെൻട്രലി ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് ദ 7th rib that also with hyaline cartilage. And 11th and 12th ribs that is called as floating rib. 8th, 9th, 10th നമ്മൾ പറയുന്ന false rib എന്നാണ്. 11th and 12th ribs that is called as floating rib. It is not attached in the ventral side. It is attached only in the dorsal side. നമുക്ക് ബൈസെഫാലിക് റിബ്സ് ആണ് ഉള്ളത്. അത് രണ്ട് സ്ഥലത്ത് ഡോർസൽ സൈഡിൽ ആർട്ടിക്കുലേറ്റ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് അതിന് ബൈസെഫാലിക് റിബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വൺ ക്വസ്റ്റ്യൻ പേപ്പർ വി ഹാവ് ഡിസ്കസ്, വൺ കംപ്ലീറ്റ് question paper. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തേക്കുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പോസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കൊരു ടെലിഗ്രാം ലിങ്ക് ഉണ്ട്, ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ടെലിഗ്രാം ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ഉള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം. നമുക്ക് ഇനി ഒരു മാസം കൂടിയേ ഉള്ളൂ. ആ മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്ത് തീർക്കണം കേട്ടോ. സോ സ്റ്റഡി വെൽ. ആൻഡ് ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഉണ്ടല്ലോ, പ്ലേ സ്റ്റോറിൽ പോയിട്ട് പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 22 years ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വരും. അതൊന്ന് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാൽ മതി. യു വിൽ ഗെറ്റ് ഓൾ ദീസ് ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾക്കത് സോഫ്റ്റ് കോപ്പിയും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി റിവൈസ് ചെയ്യേണ്ട സമയത്ത് റിവൈസ് ചെയ്യോ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ അടക്കം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതും നിങ്ങൾക്ക് നോക്കാം കേട്ടോ. ഓക്കെ ദെൻ.